ഹലോ മക്കളെ, നീറ്റ് 2025 ഇനി ഏകദേശം 31 ദിവസങ്ങൾ ബാക്കി. ഈ സമയത്ത് വിദ്യാർത്ഥികൾ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. റിപ്പീറ്റേഴ്സും അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം അഥവാ +2 ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഈ വട്ടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടുകാർ സമ്മതിക്കുന്നുണ്ട്, ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാം, ഇപ്പൊ നമുക്ക് അറിയാം എങ്ങനെയാ പഠിക്കേണ്ടത്, അപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാവും, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളും. അതേസമയം റീറിപ്പീറ്റേഴ്സ് സൂപ്പർ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഇതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഞാൻ മാക്സിമം 2 വട്ടം 3 വട്ടം ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞു, ഇനി ഇതെന്നെ കൊണ്ട് നടക്കില്ല, ഇത് ഡ്രോപ്പ് ചെയ്യാം, വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കാം എന്ന് വിചാരിക്കുന്ന മറ്റൊരു കുട്ടികൾ. നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലെ നീറ്റ് 2024 എഴുതിയ ഒരു വിദ്യാർത്ഥിയുടെ കഥ. +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെയധികം ഉഴപ്പിയും ക്ലാസ്സുകളിൽ നേരെ ശ്രദ്ധിക്കാതെയുമായിരുന്ന ഒരു ചെക്കൻ. അവന്റെ +2 എക്സാം കഴിഞ്ഞപ്പോൾ അവന് ലഭിച്ചത് 88%. അവൻ എന്ത് ചെയ്തു? +2 കഴിഞ്ഞ ഉടനെ അവനറിയാം അവന്റെ മാർക്ക് വെച്ചിട്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസുകൾ കുറവാണ്. അവൻ എൻട്രൻസ് ആണ് മുമ്പിലുള്ള ഓപ്ഷൻ. അവൻ ആഗ്രഹവുമാണ് എൻട്രൻസ് എഴുതി ഡോക്ടർ ആവണമെന്നുള്ളത്. അവൻ കുത്തിയിരുന്ന് പഠിച്ചു. എക്സാം കഴിഞ്ഞ് നമ്മുടെ +2 എക്സാം കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് അവൻ എന്ത് ചെയ്തു? പഠിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവൻ ചെയ്തില്ല, മൊബൈൽ എടുത്തിട്ടില്ല. മൊബൈൽ എടുത്തു എന്തിനാ? അവന് മോക്ക് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, തെറ്റിയ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് നോക്കി. ഓരോ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റ് അവൻ എന്ത് ചെയ്തു? നിർബന്ധമായും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കി. ആ മോക്ക് ടെസ്റ്റ് കൂടാതെ ദിവസവും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും അവൻ എന്ത് ചെയ്തു? പെർഫോം ചെയ്തു. അങ്ങനെ മോക്ക് ടെസ്റ്റുകളും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും എല്ലാം പെർഫോം ചെയ്ത് അതിന്റെ തെറ്റിയതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ആ സൊല്യൂഷൻസിന് വീണ്ടും അതേ സൊല്യൂഷൻസ് കണ്ട് പഠിച്ചിട്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് എന്ത് ചെയ്തു? അവൻ ചെയ്തു. അങ്ങനെ അവസാനം 1 മാസം കൊണ്ട് മാത്രം അവൻ എന്ത് ചെയ്തു എന്നറിയോ? നീറ്റ് 2024 നല്ലൊരു മാർക്ക് വാങ്ങിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങിക്കുകയും ചെയ്തു. ഇത് ശരിക്കും ഒരു വിദ്യാർത്ഥിയുടെ കഥ മാത്രമല്ല, ഇതേപോലത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജസിലുണ്ട്. മറ്റാരും അധികം അറിയപ്പെടാത്തതും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തതുമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. എന്നാൽ പലരും വിചാരിക്കുന്നത് ഇത്ര അധികം 16, 20, 24 ലക്ഷം കുട്ടികളൊക്കെ എഴുതുന്ന സമയത്ത് ബാക്കി അവിടെ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുടെ കണക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പല ആൾക്കാരും എടുക്കുന്നത്, പല പാരൻസും എന്ത് ചെയ്യുന്നത്? അത് ചിന്തിക്കുന്നത് ഇത്ര വിദ്യാർത്ഥികൾ എഴുതിയില്ല, ഇത്ര വിദ്യാർത്ഥികൾ കിട്ടിയിട്ടില്ല, അപ്പൊ അത് അത്രമാത്രം ടഫായിട്ടുള്ള എക്സാം ആണ്, അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് സാധിച്ചില്ലെങ്കിൽ വേറെ ഒരു കോഴ്സിലോട്ട് വിടാം എന്നൊക്കെ ചിന്തിക്കാതെ ഈ ലാസ്റ്റ് കിടക്കുന്ന 1 മന്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി എല്ലാവിധ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെക്കുക. കംപ്ലീറ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, ഈ ലാസ്റ്റ് 1 മന്തിയുടെ നിങ്ങളുടെ ഈ സ്റ്റെതസ്കോപ്പും നിങ്ങളുടെ ഈ ഏപ്രിലും നിങ്ങളുടെ സ്വപ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ലഭിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അടുത്ത വർഷം ഇതേ സമയം നിങ്ങളൊരു മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ വരുന്ന 1 മാസം, ഈ 1 മന്ത് നിങ്ങൾ കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പൈസ ഒന്നും തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് കാര്യം സംസാരിക്കണമെന്ന് തോന്നിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസ് ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണിത്, പ്ലെക്സസ് ലേണിംഗ്. അപ്പോൾ ഇതിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ട്സും ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഓൾസോ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആപ്പ് ഉണ്ട്, പ്ലെക്സസ് ലേണിംഗ് ആപ്പ്. നമ്മുടെ ഇതിലാണെങ്കിൽ ആൻഡ്രോയിഡിലാണെങ്കിൽ പ്ലെക്സസ് ലേണിംഗ് ആപ്പ് എന്ന് കൊടുത്താൽ മതി പ്ലേ സ്റ്റോറിൽ. അതേസമയം മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? iOS-കാരാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് UUGMXA ആ കോഡ് ഞാൻ എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ ആപ്പിലോട്ട് എത്താൻ വേണ്ടി കഴിയും. ആപ്പിളുടെ ഇതിൽ കുറച്ചുകൂടെ റേറ്റ് കൂടിയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നമ്മുടെ ആപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രീ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെ ബയോളജിൻ്റെയും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ സൊല്യൂഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. തെറ്റുന്നതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സൊല്യൂഷൻസ് നമുക്ക് പഠിക്കുക. അതിനകത്ത് നമ്മുടെ NCERT പേജ് നമ്പർ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? NCERT കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻസ് നല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ വ്യക്തീകരണം കറക്റ്റ്
കറക്റ്റായിട്ട് മനസ്സിലാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും പെർഫോം ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് ലെക്ചേഴ്സ് എടുത്തിട്ട് നിങ്ങൾ അത് ലെക്ചേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അഥവാ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നോട്ട്സ് നിങ്ങൾ ആ സമയത്ത് എഴുതിയെടുത്ത് അത് വീണ്ടും പഠിച്ചിട്ട് അതെന്താ നിങ്ങളുടെ റിവിഷൻ എന്ന് പറഞ്ഞാൽ. റിവിഷൻ എന്താ, നിങ്ങൾ ഒരു ഇപ്പോൾ ബയോളജിക്കാണ് റിവൈസ് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരു ലെക്ചർ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ലെക്ചർ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ലെക്ചറുകൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, ഒരു വട്ടമെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുള്ള സാധനമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഓടിച്ചു വിടുക. ഓക്കെ, പേജ് എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ വായിച്ചു വിടുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ബയോളജി നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ. അഥവാ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി കഴിയും. അവിടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ബയോളജിയുടെ ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത്. ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയണത്. അതല്ല, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്ന് ഡയറക്റ്റ് ആയിട്ട് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ വരണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് എവിടെയാണ് ലഭിക്കുന്നത് അത് പോയി അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്തിട്ട് അതിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തെറ്റിപ്പോയ സാധനങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ്, ഏതൊക്കെ ചാപ്റ്ററാണെന്ന് മനസ്സിലാക്കുക. അതാണ് നിങ്ങളുടെ വീക്കസ്റ്റ് പോയിന്റുകൾ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ സാധനങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡിൽ വായിക്കുക. അതിലോട്ടൊന്നും ഒരു മണിക്കൂറുകളോളം അതിൻ്റെ പുറകെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പീഡിലങ്ങ് വായിച്ചു വിടുക. നിങ്ങൾ എപ്പോഴോ പഠിച്ചിട്ട് റിവൈസ് ചെയ്യാത്തത് കാരണം മറന്നുപോയ സാധനങ്ങളായിരിക്കും. അത് എന്ത് ചെയ്യുക, സ്പീഡിൽ വായിച്ചു വിടുക. അത് സ്പീഡിൽ വായിച്ചിട്ടിട്ട് വീണ്ടും അടുത്ത മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത മോക്ക് ടെസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് വന്നതായിട്ടും ആ ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മ വന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, അതിൽ തെറ്റിയ സാധനങ്ങളൊക്കെ വീണ്ടും വായിക്കുക. ഓക്കെ, അങ്ങനെ അടുത്തത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ വട്ടവും നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ ഈ ഒരു 31 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ നീറ്റിലേക്ക് നിങ്ങൾക്ക് പക്കയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ലെക്ചറുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇനി നിങ്ങൾ ക്ലാസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, യൂട്യൂബുകൾ നോക്കി നിങ്ങളുടെ ക്ലാസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ. നിങ്ങളുടെ നീറ്റ്, ഞാൻ സത്യം പറയാമല്ലോ, മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് ഒരു ഫോൾസ് ഹോപ്പ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഇനിയും ലെക്ചറുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ നീറ്റ് എന്ന് പറഞ്ഞ ഒരു ജേർണി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ ലെക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താ അവിടെ ഇഷ്യൂ വരാൻ പോകുന്നതെന്ന് അറിയാം. നിങ്ങൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞ് 3 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കേണ്ട ഈ ഒരു എക്സാം നിങ്ങൾ കയറി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള, അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അധികം പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്റർ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ നോക്കി വരും. ഓക്കെ, മനസ്സിലായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വരും. ഇന്ന ഇത് കഴിഞ്ഞിട്ട് ഇന്ന ടോപ്പിക് കഴിഞ്ഞിട്ടാണ് ഇന്നത് ടോപ്പിക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴേക്കും അവിടെ നിങ്ങൾക്ക് 1 മിനിറ്റ് തികയത്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, 2-3 മിനിറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ക്വസ്റ്റ്യൻ്റെ പുറകെ നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും. അത് മാറ്റണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവും, നിങ്ങൾ 720 മാർക്കിൻ്റെ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ 720 മാർക്കിൻ്റെ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തെന്ന് വരത്തില്ല, തീർന്നെന്ന് വരത്തില്ല. കുഴപ്പമില്ല, അതൊരു വിഷയമല്ല. അടുത്ത ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. അടുത്ത ടെസ്റ്റിന് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. കുറച്ചും കൂടെ സ്പീഡിൽ നിങ്ങളുടെ മാത്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാവും. അത് വീണ്ടും ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ മുമ്പിലെത്താൻ വേണ്ടിയിട്ട്, അഥവാ ഈ ഒരു കാര്യത്തിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളത് ട്രെയിൻ ചെയ്തെടുക്കണം. അല്ലാതെ ലെക്ചറുകൾ മാത്രം കണ്ടിട്ട് ലാസ്റ്റ് നേരെ പോയി എക്സാം എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ ലാസ്റ്റ് 2 എക്സാം മാത്രം എഴുതിയിട്ട് വന്നിട്ട് ഡയറക്റ്റായിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ സ്ക്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയത്തില്ല. ഓക്കെ, നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ എന്ത് ചെയ്തു നമ്മൾ സ്റ്റോർ ചെയ്തു. അതെല്ലാം കൂടെ നമുക്കൊന്ന് ഓർഡറാക്കി ഇന്നതിൻ്റെതായ സ്ഥലത്താണെന്ന രീതിക്ക് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ജസ്റ്റ് ചുരുക്കത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് നല്ലൊരു മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കുറവ് മോക്ക് ടെസ്റ്റ് നമ്മുടെ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് അവൈലബിൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 99 റുപ്പീസ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ പല ടെസ്റ്റുകൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് കയറിയിട്ട് ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 99 റുപ്പീസ് മാത്രമേ നമ്മുടെ ആപ്പിലുള്ളൂ. അതെന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കയറിയിട്ട് ബൈ ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളും ഡൗട്ടുകളും എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് സംസാരിക്കാനും എന്തെങ്കിലും ഒരു മെൻറ്റർഷിപ്പും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പറിലോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെസ്സേജ് അയക്കുകയും അതിന് ഒരു പരിഹാരം നമുക്ക് എന്ത് ചെയ്യാം, നിർദ്ദേശിക്കാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തുള്ള ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.